أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله مولانا العظيم الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا نبي الله أرحم الراحمين الله سبحانه وتعالى അസ്ഹാബുൽ ബദറിന്റെ സാന്നിധ്യമുള്ള മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളുടെയും മലായികത്തിന്റെയും ഒക്കെ സാന്നിധ്യമുള്ള ബറക്കത്തുള്ള സദസ്സുകളിൽ നമ്മുടെ ഈ സദസ്സിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ഈ സദസ്സിലൂടെ ഞങ്ങൾക്ക് തഖ്വയും ഈമാനും ഇഖ്ലാസും അധികരിപ്പിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ നിന്ന് വിട പറയുമ്പോഴേക്ക് ഞങ്ങൾക്കുള്ള ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെടാറുണ്ട്. അവരുടെയും ഞങ്ങളുടെയും മനസ്സിനകത്തുള്ള എല്ലാ നല്ല മുറാദുകളും നീ ഹാസിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഈ പ്രദേശത്തു നിന്ന് മരിച്ചുപോയ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ച് ഈ മഹത്തായ സദസ്സിന്റെ നഗർ ഒരുക്കിയിട്ടുള്ളത് പാലശ്ശേരി തിക്കൽ ആലിക്കുട്ടി ഹാജി മർഹൂം അവരുടെ പേരിലാണ്. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും ഖബർ സ്വർഗ്ഗമാക്കണം റഹ്മാനെ. നരകമോചനം നൽകണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ ഉസ്താദുമാരെ, ബഹുമാന്യരായ നാട്ടിലെ കാരണവന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നല്ലവരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, SKSSF പാറമൽ ശാഖ 17 വർഷം മുമ്പ് ആരംഭിച്ച മഹത്വമുള്ള ഒരു സംവിധാനത്തിന്റെ സ്വീകാര്യതയ്ക്കു വേണ്ടി അസ്മാഉൽ ബദർ ചൊല്ലി പാണക്കാട് സയ്യിദ് ആശിർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ദുആ നടത്തിക്കൊണ്ടാണ് സംഘടനയുടെ 17ാം വാർഷിക പരിപാടി ഇവിടെ നടത്തുന്നത്. സുദീർഘമായ ഒരു പ്രസംഗത്തിനു പകരം വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാമൊക്കെ കരുതിയിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട അനിവാര്യമായ ചില വിഷയങ്ങൾ വളരെ കുറഞ്ഞ മിനിറ്റുകളെ കൊണ്ട് സംസാരിച്ച് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സാന്നിധ്യത്തെ ഒരു പക്ഷേ നമ്മുടെ മനസ്സിനകത്ത് അതിന്റെ ഗുണത്തെക്കുറിച്ചും അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുമുള്ള വിചാരങ്ങൾ വരാതിരിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു അപകടാവസ്ഥയാണ്.
കേരളത്തിന്റെ പുറത്ത്, ഇന്ത്യ രാജ്യത്തിന്റെ പുറത്ത്, ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ അത് ഹക്കായ വിധത്തിൽ പ്രവർത്തിക്കുവാനോ പ്രചരിപ്പിക്കുവാനോ സ്വീകരിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആത്മപരിശോധന നടത്തുവാനും വ്യക്തമായ വിലയിരുത്തലുകൾ നടത്താനുമൊക്കെ നാം തയ്യാറായാൽ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇല്ലായിരുന്നുവെങ്കിൽ. ഞാനിത് വെറുതെ സൂചിപ്പിക്കുകയല്ല. വിദേശ രാഷ്ട്രങ്ങളിൽ എന്റെ അനുഭവത്തിൽ ഞാൻ ഒരിക്കൽ കണ്ടെത്തിയ, ഞാൻ ഒരിക്കൽ അനുഭവിച്ച ഒരു കാര്യം, വലിയ ഒരു പള്ളി നിർമ്മിക്കുകയും 10,000 ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ പള്ളി മഹാരാജാവിന്റെ പേരിൽ തന്നെ അടുത്ത വർഷങ്ങൾക്ക് മുമ്പാണത് നിർമ്മിച്ചതിനു ശേഷം അതിന്റെ ഉദ്ഘാടനം ഒരു വെള്ളിയാഴ്ച ദിവസത്തിലായിരുന്നു. എന്നാൽ ആ ഉദ്ഘാടന ദിവസത്തിൽ ഒരു പള്ളിയിൽ 10,000 അണിനിരക്കുന്ന വലിയ ഒരു ജുമുഅ നടന്നു എന്നതിലല്ല വിഷയം കിടക്കുന്നത്. ഏകദേശം പരിസര പ്രദേശത്തുള്ള 20 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ ജുമുഅത്ത് പള്ളിയിലെയും ജുമുഅ തൽക്കാലം അന്ന് നിർത്തിവെക്കാൻ രാജാവിന്റെ ഓർഡർ. ഇസ്ലാമിക രാഷ്ട്രം എന്നൊക്കെ ചൊല്ലിപ്പറയുന്ന ചില പ്രദേശത്തെ സ്വഭാവമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന് തൽക്കാലം ഇവിടെ ജുമുഅയില്ല, അവിടെ ഉദ്ഘാടനമായതിന്റെ പേരിൽ എന്ന ഒരു നോട്ടീസ് പള്ളിക്ക് സമീപം എഴുതി വെച്ചിട്ട് ആ പ്രദേശത്ത് അതിൽ വേദനിക്കാൻ ഒരു മനുഷ്യൻ പോലും ഉണ്ടായില്ല. അവിടെ പള്ളി പരിപാലിക്കുവാൻ ആളുകൾക്ക് അവസരവുമില്ല. ഭരണകൂടം തന്നെ പള്ളികൾ നിർമ്മിച്ചു കൊടുത്ത്, ഭരണകൂടം തന്നെ അതിന് ശമ്പളം നൽകി, പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദിന് ഒരു ചായ കൊടുത്തുകൊണ്ടുള്ള ഖിദ്മത്ത് ചെയ്യാൻ പോലും പരിസരവാസികൾക്ക് അവസരമില്ല. അവർക്ക് പള്ളി അടഞ്ഞു കിടന്നാലും തുറന്നു കിടന്നാലും അതിന്റെ വേദനയെ, അതിന്റെ സന്തോഷത്തെ മനസ്സിലാക്കാൻ അവസരമില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഓരോ പ്രദേശങ്ങളിലുമുള്ള ചെറിയ ചെറിയ പള്ളികൾ വരെ ഒരു നേരത്തെ വാങ്കൊലി അവിടുന്ന് മുഴങ്ങിയില്ല എന്ന് വന്നാൽ ആ പരിസരത്തുള്ള മുഅ്മിനീങ്ങളുടെ മനസ്സിന്റെ ഒരു വേദന എത്രയായിരിക്കും. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ അങ്ങനെയാണ് മശായിഖുമാർ ഇവിടെ പാകപ്പെടുത്തിക്കൊണ്ടുവന്നത്, ഔലിയാക്കൾ ഇവിടെ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നത്, മഹാന്മാരാകുന്ന ഉലമാക്കൾ ഇവിടെ ശീലിപ്പിച്ചത്. അല്ലാഹുവിന്റെ ദീൻ എന്താണോ അത് പറയാൻ ഉള്ളതല്ല, അത് കേൾക്കാനുള്ളതല്ല. പറയാനുള്ളതും കേൾക്കാനുള്ളതും ആണ് എന്നുണ്ടെങ്കിൽ അതിനൊന്നും ആധുനിക ലോകത്ത് ഒരു മനുഷ്യന്റെ ആവശ്യം പോലുമില്ല. നമുക്ക് പറഞ്ഞു തരാൻ യന്ത്ര സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ പറയുന്നത് അതുപോലെ കേട്ട് ഇങ്ങോട്ടേക്ക് ആ യന്ത്രം തിരിച്ചു പറഞ്ഞു തരുന്ന കാലമാണിത്. അതുകൊണ്ട് പറയാനും മനുഷ്യന് വേണ്ട, കേൾക്കാനും മനുഷ്യന് വേണ്ട എന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീന് പറയാനുള്ളതോ അള്ളാഹുവിന്റെ ദീന് കേൾക്കാനോ ഉള്ളതല്ല, ഇത് അനുഭവിക്കാനുള്ളതാണ്, ഇത് ആസ്വദിക്കാനുള്ളതാണ്. ആ പരിശുദ്ധമായ ദീനിനെ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സ്വഹാബത്തിനെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലങ്കാരത്തിന് വേണ്ടി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലായിരുന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന ഇസ്ലാമിന്റെ പരിശുദ്ധമായ സന്ദേശങ്ങളെ
അതിന്റെ ഹക്കായ രൂപത്തിൽ സ്വഹാബത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വഫാത്തിന്റെ 81 ദിവസം മുമ്പ് ആ പ്രിയപ്പെട്ട സമൂഹത്തോട് പ്രഖ്യാപിക്കുന്നത് അൽ യൗമ, ഇന്നത്തെ ദിവസം അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളെ ദീൻ ഇതാ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കും, ആ പരിശുദ്ധമായ സമ്പൂർണമായ ഒരു ദീനിനെ സ്വഹാബത്തുൽ കിറാമിന് പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം കൂടി ചെയ്തു കൊടുത്തതിനു ശേഷം എന്നിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്, എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചത്, ഞാൻ നിങ്ങൾക്ക് കൈമാറി തന്നത്, ഇലാഹാകുന്ന റബ്ബിൽ നിന്ന് എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങൾക്ക് കൈമാറി തന്നത്, നിങ്ങളെ കാലം കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് കാണാതിരിക്കുന്നൊരവസ്ഥ വരാൻ പാടില്ല. ഫൽ യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ, അനുഭവിക്കാൻ കഴിയാത്തവരായി ആരൊക്കെയാണ് വരുന്നത് അവർക്ക് ഇത് ഇതേപോലെ അനുഭവിക്കാൻ അവസരം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സത്യസന്ദേശത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറയുമ്പോൾ ഈ പേരിൽ എന്തെങ്കിലും എത്തിച്ചു കൊടുത്താൽ പോരാ. ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് പലരും പലതും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസീസ് PT, അസീസ് കേൾക്കുന്നുണ്ടോ? DC ആയിട്ട് തോന്നുന്നുണ്ട്. അസീസ് മൈക്ക് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ തിരിച്ചൊരു ഇൻഷാ അല്ലാഹ് വാളക്കുളത്ത് നിന്നുള്ള ലൈവാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അസീസ് ഉടൻ തന്നെ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഹസൻ സക്കാഫി പൂക്കോട്ടൂരാണ് മൈക്കിലുണ്ടായിരുന്നത്. നല്ലൊരു പ്രഭാഷണമാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹാഷിർ അലി തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. ആദർശ സമ്മേളനം നടക്കുകയാണ് വാളക്കുളത്ത് നിന്ന്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്കൊക്കെ ജന്മം നൽകിയ സ്ഥലമാണ് വാളക്കുളം. ഷേഖുന അബ്ദുൽ ബാരി മുസ്ലിയാർ, ഷേഖുന CH ഐദ്രോസ് ഉസ്താദ് തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർക്കൊക്കെ ജന്മം നൽകിയ ഒരു പ്രദേശമാണ് വാളക്കുളം. സമസ്തക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വാളക്കുളം. ആദർശ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അസീസ് KT ഉടൻ തന്നെ തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. DC ആയതാണ്. എല്ലാവരും അവനവന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ അറിയിക്കുക. ബഹുമാനപ്പെട്ട ഹസൻ സക്കാഫി പൂക്കോട്ടൂരാണ് മൈക്കിലുണ്ടായിരുന്നത്. ഉടൻ തന്നെ ലൈവ് തിരിച്ചു വരുന്നതാണ്. അസീസ് KT വന്നാൽ അവന് ഡോട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കണം അഡ്മിന്മാര്. റഫീഖ് KC കുറ്റ്യാടി മൈക്ക് വേണോ? റഫീഖ് KC കുറ്റ്യാടി മൈക്ക് വേണോ? ഓക്കെ. ബഹുമാനപ്പെട്ട അബൂ റാഷിദ് ഉസ്താദിന് വഴിവുണ്ടെങ്കിൽ ഒന്ന് മൈക്കിൽ വന്നാൽ നന്നായിരിക്കും. അബൂ റാഷിദ് ഉസ്താദ് കേൾക്കുന്നുണ്ടോ? KS മൂന്നാടി. ഓക്കെ. അബൂ റാഷിദ് ഉസ്താദ് റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد.
നമ്മൾ ലൈവിലായിരുന്നല്ലോ അല്ലെ? ഞാൻ സ്വലക്ക് വേണ്ടി പള്ളി പോയിരുന്നു, ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ലൈവ് DC ആയതാണ് എന്നാണ് കേൾക്കാൻ അറിഞ്ഞത്. ഇൻഷാ അല്ലാഹ് നിമിഷങ്ങൾക്കകം അതെ, നിമിഷങ്ങൾക്കകം എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുസമദ് സാഹിബ് പൂക്കോട്ടൂരായിരുന്നു എന്നും അദ്ദേഹം ഇവിടെ അറിയിച്ചു. ഒരു നല്ല പ്രഭാഷണമായിരിക്കും. ഏതായാലും അടുത്ത നിമിഷങ്ങൾക്കകം. അദ്ദേഹത്തിന് ഡോട്ടൊന്നുമില്ലല്ലോ അല്ലല്ലേ? ആരായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടില്ല. അത് ശരി. ഹസൻ സക്കാഫി പൂക്കോട്ടൂർ. ഓക്കെ മഷ്കൂർ. ഞാൻ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ലാസ്റ്റാണ് കേട്ടത്. ഹസൻ സക്കാഫി പൂക്കോട്ടൂരായിരുന്നു എന്നാണ്. ഏതായാലും അൽഹംദുലില്ലാ അടുത്ത അദ്ദേഹത്തിന് ഡോട്ട് ഉണ്ടാന്ന് ചെക്ക് ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് അടുത്ത നിമിഷങ്ങൾക്കകം എത്തും എന്ന് പ്രതീക്ഷിക്കാം. ബഹുമാനപ്പെട്ട ഹസൻ സക്കാഫി പൂക്കോട്ടൂരിന്റെ അതിമഹത്തായ ആ പ്രഭാഷണത്തിലായിരുന്നു. ഇവിടെ UAE മഗ്രിബ് സ്വലക്ക് വേണ്ടി പള്ളി പോയതായിരുന്നു. തിരിച്ചെത്തിയപ്പോഴാണ് DC ആയിരുന്നു എന്നറിഞ്ഞത്. ഏതായാലും അൽഹംദുലില്ലാ അടുത്ത നിമിഷങ്ങൾക്കകം എത്തും എന്ന് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരാണ് DC എന്നാണ് നമുക്ക് ലൈവ് എത്തിച്ചു തരുന്ന സുഹൃത്താണ് DC ആയിട്ടുള്ളത്. ഗിരിൻ ദുബൈ നമുക്ക് ലൈവ് എത്തിച്ചു തരുന്ന ലൈവ് ടീമാണ് DC ആയിട്ടുള്ളത്. ഏതായാലും എത്തും. നാട്ടിലെ നെറ്റല്ലേ, അപ്പൊ അതൊക്കെ നമ്മളൊക്കെ കുറെയൊക്കെ അജീസ് PT എന്ന ഐഡിയിലുള്ള സുഹൃത്തായിരുന്നു. നാട്ടിൽ നിന്നുള്ള ലൈവല്ലേ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا فيه للصيام والقيام وتلاوة القرآن. പഠിച്ചവനെ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ, റമളാനിലേക്ക് എത്തിക്കണേ എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയും നമ്മോട് ദുആ ചെയ്യാനൊക്കെ കൽപ്പിക്കപ്പെടുകയും ചെയ്ത മഹത്തായ പുണ്യമാക്കപ്പെട്ട മാസം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. റമളാനിന്റെ മുന്നൊരുക്കം എല്ലാ ആളുകളും പരിശുദ്ധമായ റമളാൻ വിട പറയുമ്പോൾ ഒരു ഉമ്മ പെറ്റ കുട്ടിയെ പോലെ തന്റെ ദോഷങ്ങൾ മുഴുവനും പുറത്ത് കൊണ്ട് വിട പറയുന്നൊരവസ്ഥ നമുക്കൊക്കെ ഉണ്ടാവണം. അതിനു വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങി തയ്യാറാവണം. അതാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ആ മാസത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ മാസം നമ്മളിലേക്ക് എത്താൻ ദുആ ചെയ്യാൻ നമ്മോടൊക്കെ കൽപ്പിച്ചത്. അപ്പൊ അത്ര പരിശുദ്ധമായ പവിത്രമായ റമളാനിനെ വരവേൽക്കാൻ ഒരു മുഅ്മിനായ വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവന്റെ ജീവിതത്തിൽ അവനക്ക് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ, നാളെ സ്വർഗീയ ലോകത്ത് ഉല്ലസിക്കാൻ, അതിന് ഒക്കെ ഉതകുന്ന ഒരു മാസമാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മിമ്പറിൽ കയറുമ്പോൾ 3 ആമീൻ പറഞ്ഞു. ഒരു ആമീനാണത്. എന്ത്? അതിൽപ്പെട്ട ഒരു ആമീൻ. സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് സാധാരണമായ ഒരു ആമീൻ കേട്ടത് റസൂലുള്ളാഹി എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, പരിശുദ്ധ റമളാൻ ആഗതമാവുകയും ഒരാള് റമളാൻ മാസത്തിൽ എത്തി, അവനിലേക്ക് റമളാൻ എത്തി, അല്ലെങ്കിൽ അവൻ റമളാൻ മാസത്തിലുണ്ടായി, എന്നിട്ട് അവന്റെ ദോഷം പൊറുക്കാതെ കണ്ട് റമളാൻ അവനോട് വിട പറയുകയും ചെയ്താൽ അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു. ഞാനതിനക്ക് അമീൻ ചൊല്ലിയ എന്റെ സ്വഹാബത്തെ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും ഒരു റമളാനിൽ ഒരാൾ എത്തിപ്പെട്ടിട്ട് അവന്റെ ദോഷം പൊറുക്കാതെ ആ റമളാൻ അവനോട് വിട പറഞ്ഞാല് മൻസൂർ, അപ്പോ വിട പറഞ്ഞാലുള്ള അവസ്ഥയെ കുറിച്ചാണ് അതൊക്കെ. അപ്പൊ അത്രയും പവിത്രമായ മാസമൊക്കെ നമ്മളിലേക്ക് വരാൻ പോവുകയാണ്. ഈ മാസം മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിൽ പ്രായം ചെന്ന ആളുകളൊക്കെ നോമനുഷ്ഠിക്കാൻ തുടങ്ങും. റജബും 30, ഷഅബാനും 30, റമളാനും 30, പിന്നെ ഷവ്വാലിലെ 6 നോമ്പും, അങ്ങനെ 96 നോമ്പ് നോൽക്കുന്ന ആളുകൾ ഇവിടെ UAE എനിക്ക് പരിചയമുള്ള പാവപ്പെട്ട പ്രായം ചെന്ന ഒരു അറബിയൊക്കെ ഉണ്ടായിരുന്നു. മരണം വരെ അദ്ദേഹം 96 നോമ്പ് നോക്കും. പള്ളിയിൽ വരുമ്പോൾ ചോദിക്കും, ഇന്ന് മാസത്തരണെന്നും വളരെ പ്രായപ്പെട്ട. അപ്പൊ അവരൊക്കെ നോക്കണം നമ്മൾ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിലും കഴിവിന്റെ പരമാവധിയെങ്കിലും പിന്നെ നമ്മളൊക്കെ ആ വിഷയവുമായിട്ട് അതൊക്കെ തന്നെയാണ് നമുക്ക് നമ്മുടെയൊക്കെ നേട്ടം. നമ്മുടെയൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നാളെ ചെല്ലുമ്പോൾ നമുക്കൊക്കെ വല്ലതും നമ്മുടെ കിതാബുകളിൽ
ഉണ്ടാകണമെങ്കിൽ അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ കഴിവിന്റെ പരമാവധി നമ്മളും അതുപോലെ തന്നെ നമ്മൾ മാത്രം പോരാ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്നാണല്ലോ പരിശുദ്ധ ഖുർആനിൽ. ലൈവ് കഴിഞ്ഞോന്ന്? ലൈവ് കഴിഞ്ഞിട്ടില്ല, DC ആയതാണ്. അപ്പോ നമ്മുടെ നെഫ്സ്, നിങ്ങളും നിങ്ങളുടെ അഹ്ലിക്കാരുടെ നെഫ്സിനെയും നരകത്തെ തൊട്ട് കാക്കാനാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, അഹ്ലിക്കാരെയും. നമ്മൾ ചില ആളുകളുണ്ട്, അവര് നോമ്പനുഷ്ഠിക്കും, നിസ്കരിക്കും, നല്ല ഇതൊക്കെ ഉണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പക്ഷെ തന്റെ കുടുംബത്തെപ്പറ്റി, ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ചെലവ് കൊടുത്തൽ നിർബന്ധമായ ആളുകളെക്കുറിച്ചോ അവരെങ്ങനെ നടക്കുന്നു, അവർ ഇത്രയും കാര്യങ്ങളിലൊക്കെ അല്ലാഹുവിനെ പേടിച്ചാണോ? അസീസ് എന്ന സുഹൃത്ത് എത്തിയിട്ടുണ്ട്, ഞാൻ മൈക്കറിത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവർ തന്നെയാണ്. അവരാരും അവരെ വകയായി ഒന്നും മാറ്റിയിട്ടില്ല. എല്ലാ സ്വാലിഹീങ്ങളും അങ്ങനെ തന്നെയാ. ആ പരിശുദ്ധമായ ദീനെ ഇവിടെ നിലനിർത്തണം. അതിന് ബഹുമാനപ്പെട്ട താബിഈകൾ പരിശ്രമിച്ചു. മദ്ഹബിന്റെ പണ്ഡിതന്മാരാകുന്ന ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇമാം മാലിക് തങ്ങളെ പോലെയുള്ള, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി എഴുതി തയ്യാറാക്കിയിട്ട് സമൂഹത്തിനു മുമ്പിൽ ദീനിന്റെ മാനദണ്ഡം എന്താണോ അതനുസരിച്ച് മാത്രം ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ, ബഹുമാനപ്പെട്ട സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുതന്നെയായിരുന്നു മഖ്ദൂം പണ്ഡിതന്മാരും ഇവിടെ സ്വീകരിച്ചതും അവർ നിർവഹിച്ചതും സമൂഹത്തിനെ പഠിപ്പിച്ചതും. പക്ഷേ മഖ്ദൂം പണ്ഡിതന്മാരുടെ പ്രവർത്തന കേന്ദ്രം, പ്രവർത്തന മേഖല ഇന്ത്യ രാജ്യത്തായപ്പോൾ, പ്രത്യേകിച്ച് കേരളക്കരയിലായപ്പോൾ ഈ രാജ്യത്തിന്റെ സ്വഭാവം കൂടി അവർ മനസ്സിലാക്കി. എന്നിട്ട് ഇസ്ലാമിന്റെ പരിശുദ്ധമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്ക് മുമ്പിൽ അവർ മതകാര്യങ്ങൾ മുഴുവനും പഠിപ്പിച്ച് ശീലിപ്പിക്കുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ പരിശുദ്ധമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്, സ്വഹാബത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല വടികളെയും പ്രചരണ പ്രവർത്തനങ്ങൾ വരെ ശക്തി പകരാൻ വേണ്ടി അവർ രംഗത്തേക്ക് കൊണ്ടുവന്നു, സമൂഹത്തെ പാകപ്പെടുത്തി. എന്ന് വെച്ചാൽ മതകാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ പണ്ഡിതന്മാർ പൊതു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്ന രൂപത്തിൽ ഒരു പ്രത്യേകമായ സംസ്കാരം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. വൈശികാധിപം നമ്മുടെ ഈ രാജ്യത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോ മഹാന്മാരാകുന്ന മഖ്ദൂമി പണ്ഡിതന്മാർ അതിവിശാലമായ ഭാഗങ്ങളായതുകൊണ്ടാണ് ഞാൻ അത് വിശദീകരിക്കാതെ ചുരുക്കി പറയുന്നത്. വിദേശികളെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ അറബിയിൽ ഗ്രന്ഥം വരെ അവർ രചിച്ചു. ഫത്ഹുൽ മുഈൻ രചിച്ചതുപോലെ, ഇർഷാദ് രചിച്ചതുപോലെ, മതഗ്രന്ഥങ്ങൾ രചിച്ചതുപോലെ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വിദേശികളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുന്നതിന് വേണ്ടി വരെ അവർ വഴന്നു പറയാനും ഗ്രന്ഥങ്ങൾ രചിക്കാനും വരെ അവർ തയ്യാറായി. പണ്ഡിതന്മാർ ഏതെല്ലാം ഭാഗങ്ങളാണ് നിർവഹിക്കേണ്ടത്, ഏതെല്ലാം വിഷയങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ അവരിൽ നിന്ന് ഈ സമൂഹം മനസ്സിലാക്കി. ആ ഊർജം കിട്ടിയ മമ്പുറത്തെ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, വലിയ വലിയ പണ്ഡിതന്മാർ ആത്മീയ വിഷയങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ, മാലകൾക്ക്, മൗലിദുകൾക്ക്, ഖുതുബിയത്തിന്, റാത്തീബിന്, ഖുതുബക്ക്, അദ്ദാദിന്, എല്ലാ നല്ല കാര്യങ്ങൾക്കും നേതൃത്വം നൽകുമ്പോൾ രാജ്യത്തിന് വേണ്ടിയും അവർ നേതൃത്വം നൽകാൻ തയ്യാറാകുകയാണ്. ഖിലാഫത്ത് സമരത്തിനൊക്കെ ആലി മുസ്ലിയാരെ പോലെയുള്ള ആളുകൾക്ക്, വാരിയംകുന്നത്തിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ ആത്മീയ നേതൃത്വം നൽകാൻ മഹാപണ്ഡിതന്മാർ ഇവിടെ തയ്യാറായത് ചരിത്രത്തിലുണ്ടല്ലോ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ, നന്മയുടെ ശത്രുക്കളാകുന്ന ബ്രിട്ടീഷ് ലോകം
അവർ ചില തീരുമാനങ്ങളൊക്കെ സ്വകാര്യമായി ഉണ്ടാക്കിയതിൽ ഒന്നിരുന്ന വിഭാഗം മുസ്ലിമീങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാവണം എന്നത് അവരെ അജണ്ടയുടെ തീരാശാപമാണ് ഈ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ വേണ്ടെന്ന് പറയാൻ ഒരാളുണ്ടാവില്ല, അവരതങ്ങ് സമ്മതിക്കും. ഇന്ന് 11 മണിക്കുള്ള ഫ്ലൈറ്റിൽ എനിക്ക് യാത്രയാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ ഇന്ന് യാത്ര ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ആ ടിക്കറ്റിന്റെ പൈസ പോകലൊന്നും ആലോചിക്കൂല. അപ്പറഞ്ഞ വാക്കത അംഗീകരിക്കുകയാണ്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം മഹാന്മാരെ പിന്തുടരുക എന്നത് അവർ പറഞ്ഞാൽ അതൊരു അവസാന വാക്കായി കേൾക്കുക എന്നുള്ളത് ഞാൻ ഈ വാളക്കുളത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രത്യേകമായി പറയേണ്ടതുണ്ടോ? മൗലാന അബ്ദുൽ ബാരി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ അനുഭവിച്ചവരല്ലേ നിങ്ങൾ? കൈപ്പറ്റ മൂലൽ പാപ്പാന അനുഭവിച്ചവരല്ലേ നിങ്ങൾ? ഈ അടുത്ത കാലത്ത് വരെ നമുക്ക് നേതൃത്വം നൽകിയ മഹാരഥന്മാർ അവർ പറയുന്നത് അവസാന വാക്ക്. ആലി മുസ്ലിയാർ എന്ന് പറയുന്ന 114 മുതഅല്ലിമീങ്ങളെ വെച്ച് തിരൂരങ്ങാടിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആലി മുസ്ലിയാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയപ്പോ മതപണ്ഡിതൻ നേതൃത്വം നൽകുമ്പോൾ സ്വാഭാവികമാണ് ജനപിന്തുണ കിട്ടുന്നത്. ആ ജനപിന്തുണയിലാണ് സായുധധാരികളാകുന്ന ബ്രിട്ടീഷുകാർക്ക് വരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയതിന് ചരിത്രമാണ്. ശക്തി പകരാൻ നമ്മുടെ കയ്യിൽ ആയുധങ്ങളായി കത്തിയില്ല, കമ്പിയില്ല. അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് ഖുതുബിയ്യത്ത് ചൊല്ലിയിട്ട് പരിശുദ്ധ ദീനിന്റെ ആത്മീയ സ്വഭാവം അനുസരിച്ചുള്ള ശരിയായ ആയുധമുണ്ടല്ലോ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആയുധം പരിശുദ്ധ ദുആ ആണ്. ആ ദുആ സ്വീകരിക്കാൻ ആവശ്യമുള്ള മാലകളും മൗലിദുകളും മാത്രം. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ബഹുമാനപ്പെട്ട മുസ്ലിം ഉമ്മത്ത് അവർ ഒറ്റക്കെട്ടാണ് എന്ന് കണ്ടപ്പോൾ ബ്രിട്ടീഷ് ലോകം തീരുമാനിക്കുകയാ മുസ്ലിം ഉമ്മത്തിനെ ഒന്ന് ഭിന്നിപ്പിക്കണം. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യുന്നവർ ഉലമാ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്ന ആളുകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാവണം എന്നത് അത് ബ്രിട്ടീഷുകാരന്റെ താൽപര്യമാണ്, അസത്യത്തിന്റെ വാഹകരുടെ താൽപര്യമാണ്, നന്മയുടെ ശത്രുക്കളുടെ താൽപര്യമാ. ആ താൽപര്യം അവർ കൊണ്ടുവന്നത് വിവിധ രൂപത്തിലൂടെയായിരുന്നു. ബദർ ബൈത്ത് ചെല്ലുകയാണെങ്കിൽ, അസ്മാഉൽ ബദർ ചെല്ലുകയാണെങ്കിൽ അവർ പതുക്കെ വന്ന് എന്താ ബദരീങ്ങളെ മാത്രം ഉഹുദീങ്ങളും ചൊല്ലിക്കൂടെ നമുക്ക് എന്നെ ചോദിക്കുള്ളൂ. പക്ഷെ ഈ ചോദ്യം കൊണ്ട് സംഭവിക്കുന്നത് എന്നാ പിന്നെ രണ്ടും വേണ്ട എന്ന അവസ്ഥയ്ക്ക് മനുഷ്യന്മാരെത്തണം. അതിനു വേണ്ടിയായിരുന്നത്. നല്ല മനുഷ്യന്മാരെ പേര് പറയാൻ പറ്റൂല, നല്ലവർ ചെയ്തതൊന്നും ചെയ്യാൻ പറ്റില്ല, നല്ലവർ പറയുന്നതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രിയപ്പെട്ട മുസ്ലിമീങ്ങള് ജുമുഅക്ക് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന മുഅ്മിനീങ്ങള് അവരോട് ഊസീകും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ് എന്ന തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് നടത്തുന്ന പ്രിയപ്പെട്ട ഖതീബ് അവർകള്, പ്രിയപ്പെട്ട ഖാദിയാണ് പറയുന്നത്, രാജ്യത്തിന്റെ ശത്രുക്കളെ കോഴിക്കോട്ടുനിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, സമരഭൂമിയിലേക്ക് ഇറങ്ങണം. പട്ടാളക്കാരോട് പറഞ്ഞാൽ, സായുധധാരികളാകുന്ന പോലീസുകാരോട് പറഞ്ഞാൽ, യോദ്ധാക്കളോട് പറഞ്ഞാൽ അതിനർത്ഥമുണ്ട്. അതേ സമയത്ത് ഖുതുബ കേൾക്കാനും വഅദ് കേൾക്കാനും വന്നിരിക്കുന്ന മുഅ്മിനീങ്ങളോട് സമരഭൂമിയിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? തോക്കെന്താണ്, വെടിയുണ്ട എന്താണ്, പീരങ്കി എന്താണ് അറിയാത്ത മുഅ്മിനീങ്ങൾ അവർ ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്ക് പാഞ്ഞെടുക്കുമ്പോ തുരുതുരാ വെടിവെക്കുകയാണ്. 400-ലേറെ ആളുകൾ ഒരൊറ്റ വെടിവെപ്പിൽ കൊല ചെയ്യപ്പെടുകയാണ്. 400 പേർക്ക് ഖബർ കുഴിക്കാൻ കഴിയാഞ്ഞിട്ട് കല്ല് വെട്ടിയ കുഴിയിലാണ് പൂക്കോട്ടൂരിൽ ഇന്നും പോയാൽ കാണാം. അവിടെ മനുഷ്യരെ നിരത്തി വെച്ചിട്ട്
മേലെ പരമ്പ വിരിച്ചിട്ട് പിന്നെയും ആളുകളെ നിരത്തി വെച്ചിട്ട് അതിന്റെ മേലെയും പരമ്പ വെച്ചിട്ട് 100 കണക്കിന് ആളുകളെ ഒരു കുഴിയിൽ കബറടക്കുകയായിരുന്നു. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് പറയുന്നില്ല. പിന്നെ അടുത്ത ആഴ്ച ബാക്കിയുള്ള മനുഷ്യന്മാര് പിന്നെ ഇറങ്ങുക. ഈ സമരവീര്യം എവിടുന്ന് കിട്ടി? എത്ര തന്നെ ആയുധം പ്രയോഗിച്ചിട്ട് പോലും ഇവരെ ഈമാനികമായ ഈ ശക്തിയെ തകർക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ മനസ്സിലാക്കി, ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ കയ്യിൽ ആയുധമില്ലെങ്കിലും പാഞ്ഞെടുക്കുന്ന ഈ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അവർ ഉറക്കെ പറയുന്നത് യാ മുഹിയദ്ദീൻ എന്നാണ്. ഗൗസുൽ ആദം തങ്ങളെ വിളിക്കുകയാണ്. ആ വിളിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ ആർജവത്തോടെ ഖുതുബിയ്യത്ത് ചൊല്ലിയാലേ യാ ഗൗസു യാ മുഹിയദ്ദീൻ എന്ന് വിളിക്കുന്ന സ്വഭാവം ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല. അപ്പോൾ പിന്നെ ചെറിയ ഒരു ചോദ്യം മുസ്ലിമീങ്ങൾക്കിടയിലൂടെ പതുക്കെ ലഘുലേഖ പാസ് ചെയ്യുകയാണ്. വാളക്കുളത്ത് വിളിച്ചാൽ ബഗ്ദാദ് കിടക്കുന്ന ഒരാൾ കേൾക്കുമെന്ന്. വഹാബികൾ ചോദ്യവും മൗദൂദികൾ ഉന്നയിക്കുന്ന സർവ്വ ചോദ്യങ്ങളും തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ആരെയും അറിയാതെ ചെറിയ പാത്രത്തിലാക്കിയിട്ട് സ്വകാര്യമായി കൊണ്ടു നടക്കുന്ന അവരെ ആശയങ്ങൾ മുഴുവനും ബ്രിട്ടീഷുകാരൻ എഴുതി കൊടുത്തതാ. ഒരു സംശയവുമില്ല, അതിൽ അവരെഴുതി കൊടുത്തതാ. അത് ചോദിക്കാൻ വേണ്ടി മാത്രം ചില ആളുകൾ. തൻഈമിലെ തൂക്കുമരത്തിൽ മഹാനാകുന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ തൂക്കിയേറ്റുകയാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബദരീങ്ങളിൽപ്പെട്ട മഹാനാണല്ലോ. ആ ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിൽ നിൽക്കുകയാണ്. 40 ആളുകൾ ആയുധം ഊരിപ്പിടിച്ചിട്ട് തൂക്കുമരത്തെ വലയം ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ നല്ല മനുഷ്യനെയും പരിസരത്ത് കാണാനില്ല. ലോകത്തോട് വിട പറയാൻ പോകുന്ന സമയത്ത് തൻഈമിൽ നിന്ന് 400 കിലോമീറ്റർ അപ്പുറത്തുള്ള മദീന, ആ മദീനയിലെ നേതാവിനോട് എനിക്കൊരു സലാം പറയണമല്ലോ. ആരെ കയ്യിൽ കൊടുത്തേക്കാൻ പറ്റിയ ആളെ കാണുന്നില്ല. ദൂരെയുള്ളവർ കേൾക്കൂല എന്ന് വിശ്വസിക്കുന്നവരാ സമീപത്തുള്ളത്. പിന്നെ ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഖാലിഖാകുന്ന റബ്ബിനോട് ഹുബൈബ് തങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ലോകത്തോട് വിട പറയുമ്പോ റബ്ബേ നിന്റെ ഹബീബിനോട് എന്റെ പ്രിയപ്പെട്ട ആരംഭ നബി തങ്ങളോട് ഒരു സലാമിന് എനിക്ക് പറയേണ്ടതുണ്ട്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇതാരാ കേൾപ്പിച്ചത്? മദീന പള്ളിയിലിരിക്കുന്ന നബിത്തങ്ങൾ വഅലൈക്കും അസ്സലാം എന്ന് സലാം അടക്കിയപ്പോ സ്വാഭാവിക ചോദ്യം സ്വഹാബത്തിന്റെ ഭാഗത്തുനിന്ന്, തങ്ങളെ ആരാണ് വന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം കയറി വന്നോ? അല്ല സ്വഹാബ, നിങ്ങളെ പ്രിയപ്പെട്ട സഹോദരൻ ഹുബൈബിനെ ശത്രുക്കൾ തൂക്കി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ സലാമി എന്നോട് പറഞ്ഞതാ. പറഞ്ഞത് ഹുബൈബ് തങ്ങളാണ്, കേട്ടത് നബി തങ്ങളാണ്, കേൾപ്പിച്ചത് അല്ലാഹുവാണ്. ഹജ്ജാൽ ഖലീലുള്ള തങ്ങള് വിളി പോലെ ഹുക്കുമാലുടെയോവൻ കേൾപ്പിക്കുമെന്നോവർ. ഹജ്ജിന് വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിന് മുറ്റത്തേക്ക് വിളിച്ചു. കേട്ടതാരൊക്കെയാ? ഞാൻ കേട്ടത് 4000 കൊല്ലം മുമ്പ് ഞാൻ ജനിച്ചത് കൊണ്ടുമല്ല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പിൽ ഉണ്ടായതിന്റെ പേരിലുമല്ല. അവിടുന്നുള്ള വിളി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ കേട്ടത്. അത് ഹുക്കുമാലൂടെ അവൻ കേൾപ്പിക്കുമെന്നോവർ. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് കേൾപ്പിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അവൻ കേൾപ്പിച്ചതാ. ഇത് റിഫാഴി മാലയിൽ ഉണ്ട് എന്ന് കണ്ടപ്പോ അടുത്തത് റിഫാഴി മാല പാടരുത്. ദൂരെയുള്ളവർ കേൾക്കുമോ, മരിച്ചവർ കേൾക്കുമോ, ജനിച്ചവർ കേൾക്കുമോ എന്ന സംശയങ്ങൾ ഉണ്ടാക്കാൻ വന്ന ആളുകൾക്ക് മുമ്പിൽ മാലകളിൽ നിന്ന് മുഅ്മിനീങ്ങളാകുന്ന കാരണവന്മാര് മറുപടി കൊടുക്കുമ്പോ എന്നാ പിന്നെ മാലകൾ പാടാൻ പാടില്ല, മൗലിദ് ഓതാൻ പാടില്ല, ഇങ്ങനെയുള്ള വാദങ്ങളുമായി രംഗത്തേക്ക് വന്നിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ 1.25 ലക്ഷത്തോളം സ്വഹാബത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. നബി തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ ഒരൊറ്റൊരാളും ചോദ്യം ചെയ്തിട്ടില്ല. ദീനിൽ ഒരു കാര്യം പറഞ്ഞ ചോദ്യം ചെയ്തിട്ടില്ല. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മിസ്രിൽ ചെന്നതാണ്. എന്തിനാണ് ചെല്ലുന്നത്? അവിടുത്തെ ഗവർണറായി നിയോഗിക്കപ്പെട്ടപ്പോൾ ചെന്നതാണ്. അവിടെയാണെങ്കിലോ വലിയ വലിയ അപകടം നിറഞ്ഞ ചില ആചാരങ്ങൾ നടക്കുന്നുണ്ട്, ദുരാചാരങ്ങളാണ് നടക്കുന്നത്. എന്താണ് വിഷയം?
നൈൽ നദി കൊല്ലത്തിൽ ഒരു ദിവസം ഒഴുകൂല. നൈൽ നദി ഒഴുകാതെ പോയാൽ മിസ്റിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില ജ്യോത്സ്യന്മാരൊരു കുറുക്കുവഴി പറഞ്ഞു കൊടുക്കുകയാണ്. ജീവനുള്ള സൗന്ദര്യമുള്ള നല്ലൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് വസ്ത്രം കഴിച്ചിട്ടിട്ട് നേരെ പുഴയ്ക്കട വലിച്ചെറിയാം. ബലി കൊടുത്താൽ ശല്യം തീരും. പറഞ്ഞ പോലെ ചെയ്തു നോക്കുമ്പോ ശൈത്താനിയത്ത് നീങ്ങുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ചെയ്യാൻ പറ്റുമോ? ഇത് തുടരുന്ന ജനതയോട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചെയ്യല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇത് ചെയ്യല്ല എന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് പരിഹാരമായി എന്തു പറയും? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദീനിൽ പാടില്ലാത്തത് പറഞ്ഞാൽ വെട്ടുകൊടുക്കുന്ന നേതാവ് തന്നെയാ. ആ ധീരനാകുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് കത്തെഴുതുകയാണ്. തങ്ങളെ മിസ്റിലെ ജനങ്ങള് പ്രതിസന്ധിയിലാണ്, പ്രയാസത്തിലാണ്, നൈൽ നദി ഒഴുകുന്നില്ല, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ ബലി കൊടുക്കലാണ്, അതിന് ഞാനാണെങ്കിൽ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് തങ്ങളെ ഒരു പോംവഴി പറഞ്ഞു തരണം. സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, തങ്ങൾ പാപ്പാന് മുമ്പിൽ ചെന്നൊരു കാര്യം പറഞ്ഞാൽ തങ്ങളപ്പോ വേഗം കടലാസ് എടുക്കും, എന്നിട്ട് പേനെടുത്തിട്ട് എഴുതും വിശുദ്ധ ഖുർആനിലെ ഏതാനും അക്ഷരങ്ങൾ. ഉമർ ബിൻ ഖത്താബ് തങ്ങളും എഴുതി വിശുദ്ധ ഖുർആനിലെ 19 അക്ഷരങ്ങൾ ഒരു കടലാസിൽ എഴുതുകയാ. ആ കടലാസ് കൊണ്ടുപോയി, ആ നറുക്ക് കൊണ്ടുപോയി വെള്ളത്തിലിടാൻ അള്ളാന്റെ റസൂലിന്റെ ദർസിൽ നിന്ന് പഠിച്ചെടുത്ത ദീനാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തയക്കുന്ന നറുക്ക്. അതങ്ങ് വെള്ളത്തിലിടുന്നു. അതോടുകൂടി വെള്ളം ഒഴുകിയെന്ന് മാത്രമല്ല, കഴിഞ്ഞ കൊല്ലം ഞാൻ അവിടെ പോയിരുന്നു, ഒഴുക്ക് നിന്നിട്ടില്ല. പിന്നെ ഒഴുക്ക് നിന്നിട്ടേ ഇല്ല. ഇതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വരികയാണ്. എന്തേ ചോദ്യം ചെയ്യാൻ ആളുകൾ വരാൻ കാരണം? ഹൈദർ ശിഹാബ് തങ്ങളെ പ്രിയപ്പെട്ട പിതാവ് പൂക്കോയത്തങ്ങൾ റളിയല്ലാഹു അൻഹു, അവരെ പ്രിയപ്പെട്ട പിതാവ് കോയത്തങ്ങൾ റളിയല്ലാഹു അൻഹു, അവരെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ റളിയല്ലാഹു അൻഹു തമിഴ്നാട്ടിലെ വെല്ലൂരിലാണ് അവിടുത്തെ ഖബറുള്ളത്. എങ്ങനെ പാണക്കാട്ടെ തങ്ങളെ ഖബർ വെല്ലൂരിലെത്തിയത്? ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടി സമരഭൂമിയിലേക്ക് ഇറങ്ങിയ മാപ്പിള പോരാളികൾക്ക് കടലാസിൽ വിശുദ്ധ ഖുർആൻ എഴുതിയിട്ട് ചുരുട്ടിയിട്ട് കൈത്തണ്ടയിൽ ഏലസാക്കിയിട്ട് കെട്ടിക്കൊടുത്തപ്പോ ഈ പരിശുദ്ധ ഖുർആൻ കൈത്തണ്ടയിൽ വെച്ചു കൊടുത്തതിന്റെ ഭാഗമായി ഈ മാപ്പിള പോരാളികൾക്ക് നേരെ വെടിയുണ്ട എത്ര ഉതിർത്തിട്ട് പോലും അവരെ വെടിവെച്ച് കൊല്ലാൻ കഴിയുന്നില്ല. എന്തൊരു മനുഷ്യരാണിവർ! അവസാനം ബ്രിട്ടീഷ് ലോകം പരിശോധിച്ചപ്പോ കൈത്തണ്ടയിൽ നിന്ന് കിട്ടിയ ഏലസ് കഷ്ണം നിവർത്തി നോക്കുമ്പോ പാണക്കാട്ടെ തങ്ങൾ എഴുതിക്കൊടുത്ത ഏലസാണ്. അപ്പോൾ ഏലസിനെ എതിർക്കാനും കുറച്ചാളുകൾ മുസ്ലിം ഉമ്മത്തിൽ വേണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിൽ ഉള്ളതിനെ മുഴുവനും നശിപ്പിക്കാൻ, എല്ലാറ്റിനെയും തള്ളിപ്പറയാൻ, ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ചോദ്യം ചെയ്തിട്ട് നേതൃത്വത്തെ ധിക്കരിക്കാൻ ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാകണമെന്നത് അവരെ താല്പര്യ. ആ താല്പര്യം സംരക്ഷിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉലമാ തീരുമാനിച്ച് ഈ മുസ്ലിം ഉമ്മത്തിനെ സംഘടിപ്പിക്കൽ ആവശ്യമായി വന്നപ്പോൾ ഖുതുബുസ്സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുകയായിരുന്നു. ഞാൻ സുദീർഘമായി പറയേണ്ടതില്ല. ഈ പ്രദേശത്ത് 17 കൊല്ലം മുമ്പ് എന്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന സ്നേഹിതന്മാർ ഈ സംഘടിതമായ പ്രവർത്തനത്തിൽ കരുത്തു പകരേണ്ട സ്ഥിതിയപ്പോ അവരൊക്കെ ഇവിടെ കരുത്തു പകർന്നിട്ടുണ്ട്. അതിന്റെ സന്തോഷമാണ് ഇന്ന് ഈ കാണുന്ന ഈ നന്മകളൊക്കെ. അല്ലാഹു ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഈ ഉമ്മത്ത് ഇത്രമാത്രം സ്വീകരിക്കാൻ കാരണം എന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതെങ്കിലും ഒരു മഹല്ലത്തിൽ കുടിവെള്ളം എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതെങ്കിലും ഗ്രാമത്തിലേക്ക് ഞങ്ങളാണ് വൈദ്യുതി എത്തിച്ചെന്നത് എന്ന് 90 കൊല്ലത്തിനിടയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനത്തിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കലോ, വെളിച്ചം എത്തിച്ചു കൊടുക്കലോ, റോഡ് കെട്ടിക്കൊടുക്കലോ, പാലം വെച്ചു കൊടുക്കലോ ഒരു പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ ആവശ്യമുള്ള ചില നേരമുണ്ട്. സുഖമില്ലാതെ കിടക്കുന്ന സമയം നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, സ്വന്തക്കാര് എല്ലാവരുണ്ട്.
അത്യാസന്ന നിലയിലാണ് എന്ന് പറയുമ്പോഴേക്ക് ആളുകൾ കൂടിക്കൂടി, സന്ദർശകർ കൂടിക്കൂടി വരികയാണ്. മരിച്ചു എന്ന് കേട്ടപ്പോഴേക്ക് ആളുകൾ പിന്നെയും കൂടി, അതിനു മാത്രം ആളുകളുണ്ട്. പക്ഷേ മരണം കഴിഞ്ഞു. മയ്യത്ത് കുളിപ്പിക്കാൻ ആളുകളുണ്ട്, കട്ടില കൊണ്ടുവരാൻ ആളുകളുണ്ട്, കഫൻ ചെയ്യാൻ ആളുകളുണ്ട്, ഖബറ് കുഴിക്കാൻ ആളുകളുണ്ട്, ചുമന്ന് കൊണ്ടുപോകാൻ ആളുകളുണ്ട്. ഖബറിൽ വെച്ചുകൊണ്ട് കള്ളി വെച്ച് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാല് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഇരുളറയാകുന്ന ഖബറിലല്ലേ കിടക്കുന്നത്. അവിടെ വെളിച്ചം എത്തിച്ചു തരാൻ ആരുണ്ട്? ആ ഖബറിൽ വെളിച്ചം കിട്ടാനുള്ള വഴികൾ നമ്മെ ചൊല്ലി പഠിപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് കേരളീയ മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത് തന്നെയാണ് ലക്ഷ്യമാക്കിയത്. ആ ഇരുളറയിൽ വെളിച്ചം ലഭിക്കണം. അതിന് ഏതൊരു ആശയത്തിനൊപ്പം നിൽക്കണം, ഏതൊരു നേതൃത്വത്തിന്റെ പിന്നിൽ നിൽക്കണം, ഏതൊരു സംവിധാനത്തെ സ്വീകരിക്കണം. ഇത് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് ആരാണ്? ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൊതിക്കുന്നൊരു സമയമുണ്ട്. പക്ഷേ ഒരാൾക്കല്ലാതെ വേറെ ഒരാൾക്കും ആ ഹൗദിൽ നിന്ന് കോരാൻ പോലും അധികാരമില്ല. ഇന്നനാ നർജു ഇലാ കഅസി ഹൗലിക ലിൽ അത്വസ് യൗമ നസ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. ആ ഹൗദുൽ കൗസർ തടയപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒക്കെ പറഞ്ഞാൽ സമയം അങ്ങനെ നീണ്ടുപോകും. ഇക്കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 ഞാൻ വേദനയോടെ പറഞ്ഞിട്ടും തീരാത്തൊരു വേദന ആയതിന്റെ പേരിൽ ഞാൻ ഇവിടെയും പറയാം. കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 മഗ്രിബ് കഴിഞ്ഞതിന് ശേഷം ഓരോ ഗ്രാമങ്ങളിലും ചെന്ന് നോക്കിയാൽ 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സുള്ള കുട്ടികളൊക്കെ മുത്തുനബിയെ പറ്റി നല്ല പാട്ടുപാടാ, നല്ല കഥകൾ പറയാം. ആ ചെറിയ മക്കളൊക്കെ മുത്തുനബിയെ പുകഴ്ത്തുമ്പോ മലായിക്കത്ത് വന്ന് കേട്ടിരിക്കൂലേ? അമ്പിയാക്കള് സന്തോഷിക്കൂലേ? ഖാലിഖാകുന്ന റബ്ബ് വല്ലാതെ സന്തോഷിക്കൂലേ? അങ്ങനെ നബി തങ്ങളെ പുകഴ്ത്തി പറയുന്നത് കാണാനും കേൾക്കാനുമൊക്കെ ഈമാനുള്ളവരും നിറയെ ഓരോ ഗ്രാമത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് മഞ്ചേരിയിലെ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം. ഇതേ സമയത്ത് ഇക്കഴിഞ്ഞ റബീഉൽ 12 മഗ്‌രിബിന് മഞ്ചേരി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം. 22,000 ആളുകൾക്ക് ഇരിക്കാനുള്ള ഗ്യാലറി നിറഞ്ഞു കവിഞ്ഞപ്പോ പിറ്റേ ദിവസം പത്രം എഴുതി കൊച്ചിയിൽ പരാജയപ്പെട്ടത് മഞ്ചേരിയിൽ വിജയിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആരംഭ നബിത്തങ്ങളെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം കിട്ടാൻ മുഅ്മിനീങ്ങൾ അധ്വാനിക്കേണ്ട സമയം. ആ സമയത്ത് കായിക ലോകത്തിന്റെ പിന്നാലെ, താരങ്ങളെ പിന്നാലെ, ഫാസിഖീങ്ങളെ പിന്നാലെ, തോന്നിവാസികളെ പിന്നാലെ ചെറുപ്പക്കാര് സഞ്ചരിക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് ആരെത്തിച്ചു? ഒരു കാലഘട്ടത്തിൽ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തിങ്കളാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നല്ല നല്ല രാവുകളും നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല സമയങ്ങളും ഈ മുസ്ലിം ഉമ്മത്തിനു മുമ്പിൽ എന്തായിരുന്നു? അത് മുഴുവനും ആരാണ് ഇവിടെ മാറ്റിക്കൊണ്ടുവന്നത്? മാലകൾ, മൗലിദുകൾ, റാത്തീബുകൾ ഒക്കെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. പകരം എന്തു വേണമെന്ന് വഹാബിക്ക് പറയാൻ കഴിഞ്ഞില്ല, മൗദൂദിക്ക് പറയാൻ കഴിഞ്ഞില്ല. ആ വീടുകൾ തുറന്നു വെച്ചുള്ളത് സീരിയലുകളായി മാറിപ്പോയി. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ആത്മീയതയെ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ ആഖിറത്തിൽ ആരംഭ നബിത്തങ്ങളെ കയ്യിൽ നിന്നുള്ള വെള്ളം കിട്ടൂല. എന്നാൽ ഇവിടെ വെള്ളം കിട്ടാനുള്ള വഴി എന്താ? യസ്റു സക്കറാത്തിൽ തുമീതു ദീനൽ മുൻജിയ യാ മയ്യഖി അൻഹാവിയ ഖീനി ദവാമയ്യ അല്ലാഹ്. സക്കറാത്തിന്റെ ഹാലിൽ റഹ്മത്ത് ചെയ്യാൻ, അവിടുന്ന് അങ്ങോട്ട് പിന്നെ സുഖം ലഭിക്കാൻ ഏതു പദ്യമാണ് ചൊല്ലേണ്ടത് എന്ന് ഇന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. 3 ലക്ഷത്തിലേറെ ആളുകൾ ഇന്ന് ചുരുങ്ങിയത് മാസത്തിൽ ഒരു തവണയെങ്കിലും ബദർ ബൈത്ത് ചെല്ലുന്നവരുണ്ട്. കാരണം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അള്ളാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതാണ് ഒരു നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഒരു ഉമ്മത്തിന് ലഭിക്കേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കൊപ്പം ആളുകൾ വെറുതെ നിൽക്കുന്നതല്ല,
അത് ആഖിറത്തിൽ വെളിച്ചം കിട്ടാൻ, ആഖിറത്തിൽ വെള്ളം കിട്ടാൻ, സിറാത്ത് പാലം വിട്ടുകിടക്കാൻ, മുസ്തഖീമായ ത്വരീഖിലൂടെ, കൃത്യമായ വഴിയിലൂടെ, ഈ വഴിയിലൂടെ പോയാൽ സ്വർഗത്തിലേക്കല്ലാതെ വേറെ എവിടേക്കും എത്തൂല, അങ്ങനത്തെ വഴി കാണിച്ചു തരാൻ. അതിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അമൽ ചെയ്യുന്നത്. ഞാൻ എന്റെ സംസാരം ഇവിടെ ചുരുക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരോട് ഈ ഒരു സമ്മേളനത്തിന്റെ സന്ദേശമായി, ഈ ഒരു സദസ്സിന്റെ സന്ദേശമായി ഞാൻ ഒറ്റ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വീകരിച്ച ദീന് അതിന്റെ അതപോടെ കാലങ്ങളായി പണ്ഡിതന്മാർ, മശായിഖുമാർ, മഹത്തുക്കൾ കൈമാറി വരുമ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകളൊക്കെ നേതൃത്വത്തെ ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു പുതിയ ശൈലിയെ ഉണ്ടാക്കിയെടുക്കുന്നതും, പണ്ഡിതന്മാർ പറയുന്നതിനെ അംഗീകരിക്കാതെ, ആലിമീങ്ങൾ പറയുന്നതിനെ സ്വീകരിക്കാതെ, മതനേതൃത്വം പറയുന്നതിനെ അംഗീകരിക്കാതെ തെറിച്ചു പോകുന്ന, വിഭാഗീയതകൾ ഉണ്ടാക്കുന്ന, ഭിന്നചേരികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇത് ബ്രിട്ടീഷ് തന്ത്രമായിരുന്നു. ഈ ഒരു തന്ത്രത്തിന്റെ ഭാഗമായി എല്ലാ ബിദഈ കക്ഷികളും അവർക്ക് അവരുടേതായ വാദങ്ങളും അവരുടെ ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിന് പകരം മതപണ്ഡിതന്മാരെ അവർ ചോദ്യം ചെയ്യാൻ സമൂഹത്തെ പാകപ്പെടുത്തി കൊണ്ടുവന്നപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, സുന്നി യുവജന സംഘം, അങ്ങനെയുള്ള നല്ല നല്ല സംവിധാനങ്ങളെ കൊണ്ട് ഈ സംഘശക്തി കരുത്തുറ്റതായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചോ, റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറഞ്ഞാൽ ആ സാത്വികനാകുന്ന പണ്ഡിതൻ, ആ ആരിഫാകുന്ന, ആ വലിയാകുന്ന ആ മഹാപണ്ഡിതൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് പറ്റൂല എന്ന് പറയാൻ ഈമാനുള്ള ഒരാൾ പോലും തയ്യാറല്ല. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം. ഇന്ന് ഒരു പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ, സുന്നികളുടെ പേരിൽ ഒന്നിലധികം ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നവരോടും ഒന്ന് സ്വകാര്യമായി പോയി ചോദിച്ചു നോക്ക്. കണ്ണിയത്ത് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാണോ വേണ്ടത്, അംഗീകരിക്കാതിരിക്കാണോ വേണ്ടത്? സംശയമല്ല, എല്ലാവരും പറയും കണ്ണിയത്ത് ഉസ്താദ് അംഗീകരിക്കണം. ശംസുൽ ഉലമാഇ റഹിമഹുല്ലാഹ് വല്ലാത്ത ദീർഘവീക്ഷണമുള്ള പണ്ഡിതനായിരുന്നല്ലോ. 83 കൊല്ലമാണ് മഹാനവർകൾ ഇവിടെ ജീവിച്ചത്. ലോകത്തോട് വിട പറയുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആനിലുണ്ട് 83 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. അത് സൂറത്ത് യാസീൻ തന്നെയാണ്. അതിന്റെ ഒടുക്കത്തെ കലിമത്ത് ഓർമ്മയിലേക്ക് വരുന്നില്ലേ? വ ഇലൈഹി തുർജഊൻ, അല്ലാഹുവിലേക്കാണ് നിങ്ങളെ മടക്കമെന്ന ആ വലിയ ഒരു ഉത്ബോധനം. ഈ വാക്ക് കേട്ടുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ ഉമ്മത്തിനെ നയിക്കുകയും മതേതര സ്വഭാവമുള്ള ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ശരീഅത്ത് നിയമമനുസരിച്ച് ജീവിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തെ ചോദിച്ച് വാങ്ങിത്തരുകയും ചെയ്ത മഹാപണ്ഡിതൻ ദാക്കിറാണ്, ആബിദാണ്, ആരിഫാണ്, വലിയാണ്, തികഞ്ഞ പണ്ഡിതനാണ്. സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുമ്പോൾ ഈ അധ്യായത്തിൽ ഈ ഹദീസിനെ എന്തിനാണ് കൊണ്ടുവന്നത് എന്നത് തലേ ദിവസം മഹാനാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ നേരിട്ട് മഹാനാകുന്ന ശംസുൽ ഉലമാഇ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത്രമാത്രം വലിയ ദറജയിൽ കിടക്കുന്ന ഒരു മഹാൻ. ശംസുൽ ഉലമ ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കണ്ടെന്ന് ആരെങ്കിലും പറയൂ? ഈമാനുള്ള ആരെങ്കിലും പറയൂല. അതേ സമയത്ത് അള്ളാഹുവിന്റെ ദീനിൽ സ്വഹാബത്തിനെ ചോദ്യം ചെയ്യാൻ ഒരു വിഭാഗം വന്നതുപോലെ, ബഹുമാനപ്പെട്ട താബിഈകളെ ചോദ്യം ചെയ്യാൻ വന്നതുപോലെ, മദ്ഹബിന്റെ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാൻ വന്നതുപോലെ, ഓരോ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാൻ അള്ളാഹുവിന്റെ ദീന്റെ ശത്രുക്കള് പല സ്വഭാവത്തിലും കടന്നു വന്നതുപോലെ കണ്ണിയത്ത് ഉസ്താദിന്റെ തീരുമാനത്തെയും ശംസുൽ ഉലമയുടെ തീരുമാനത്തെയും ഒക്കെ ചോദ്യം ചെയ്യാനും
അവരുടെ കാലഘട്ടത്തിലും ചില ആളുകൾ രംഗത്തേക്ക് വന്നിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വരുന്നവരെ കണ്ടാൽ ദീന്റെ ശത്രുക്കളാണ് എന്ന് ഒരു പക്ഷേ കാഴ്ചയിൽ തോന്നണം എന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കാനും ചോദ്യം ചെയ്യാനും വന്നൊരാളുണ്ടായിരുന്നു. ചരിത്രത്തിൽ അവന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു സബഇ എന്നാണ്. ജൂതനാണ് അവൻ, ദുഷ്ടനാണ്, ക്രൂരനാണ് അവൻ. ഇബ്നു സൗദാ എന്നൊക്കെ അവന് പേരുണ്ട്. ഒരു കറുത്ത പെണ്ണിന്റെ മോനായപ്പോ അങ്ങനെയും അറിയപ്പെട്ടിരുന്നു ഇബ്നു സൗദാ. ഇവൻ വന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയുന്നു. അതുപോലെ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മഹത്വം പറയുന്നു. അങ്ങനെ മഹത്വങ്ങൾ പറയുമ്പോ ഇവൻ നല്ലവനാൻ ധരിച്ചു പോകൂലേ? അവന്റെ വഴവ് കേട്ട്, പ്രസംഗം കേട്ട്, അവന്റെ പ്രവർത്തന ശൈലി കണ്ട് അവന്റെ കൂടെ